ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡ് എക്സാമിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2023 നടന്ന പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ 01/2023 കോഡ് എ, പേപ്പർ കോഡ് എ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്തർദേശീയ ബുക്ക് സമ്മാനം നേടിയ എഴുത്തുകാരി ആരാണെന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗീതാഞ്ജലി പാണ്ഡെ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് വർഷം എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നവംബർ 12, 1936 എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഗാന്ധിജിയുടെ നൈതലീം ആശയപ്രചാരണത്തിനായും അതിനെ അടിസ്ഥാനമാക്കിയും സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം ഏത് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരക്ക് സേവന നികുതി GSTയിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 28%. അടുത്ത ക്വസ്റ്റ്യൻ, ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി ആര് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സുകാർണോ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിരിക്കുന്നത്, കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി ആരാണ് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സണ്ണി തോമസ് ഇന്ത്യൻ കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളിയാണ്. അവരുടെ മേഖല ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഷൂട്ടിംഗ് കോച്ച് എന്നുള്ളതായിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ചോദിച്ചിരിക്കുന്നത്, സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം ആരാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, ലീല നമ്പൂതിരിപ്പാട് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, വെങ്കിട്ടരാമൻ രാമകൃഷ്ണന് ഏത് മേഖലയിലെ പ്രവർത്തനത്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, രസതന്ത്രമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ച ശരിയായ ഉത്തരം ഏതെന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, അംഗങ്ങളെ സർക്കാർ നിയമിക്കുന്നു, കളക്ടർ അധ്യക്ഷൻ. ഓപ്ഷൻ സി, ബജറ്റ് പാസ്സാക്കുന്നു. ഓപ്ഷൻ ഡി, ഭരണഘടനാ സ്ഥാപനമാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ഭരണഘടനാ സ്ഥാപനമാണ് എന്നതാണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാതേരൻ ഹിൽ ഏത് സംസ്ഥാനത്താണ്? മാതേരൻ ഹിൽ ഏത് സംസ്ഥാനത്ത് ആണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, മഹാരാഷ്ട്രയാണ്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത് എന്നതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫോറസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ നമ്മുടെ ഓപ്ഷൻ സി, സുകുമാർ സെൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ, മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഓപ്ഷൻ ബി ആണ്, അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകൽ എന്നതായിരുന്നു ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, കേരള ലോകായുക്തയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഇടതുപക്ഷ സർക്കാരാണ് രൂപീകരിച്ചത്, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, റിയോ ഉച്ചകോടി നടന്ന വർഷം ഏത് എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, 1992 എന്നതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഏത് മൂല നിയമത്തിൽ ആണ് ഭേദഗതി വരുത്തിയത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897 എന്നതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കോട്ടയമാണ്. ഓപ്ഷൻ സി, കോട്ടയമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് പ്രവർത്തനം തുടങ്ങിയ വർഷം ഏത് എന്നതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1977 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ.
അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ന്യൂയോർക്ക് ആണ്. ഓപ്ഷൻ എ ന്യൂയോർക്ക് ആണ് യൂണിസെഫിന്റെ ആസ്ഥാനം. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നഗരപരിധിയിൽ ഓട്ടോറിക്ഷകൾക്ക് അനുവദനീയമായ വേഗപരിധി എത്ര എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 30 km/h ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്നതായിരുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി? ഓപ്ഷൻ ഡി കബനിയാണ്. ഓക്കെ, അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ചിമ്മിനിയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ചിമ്മിനി. ഓക്കെ, അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസത്തിലാണ് എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെയ് 22 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ അടിസ്ഥാന വികസന നിർമ്മാണ വ്യവസായ സ്ഥാപനമാണ് ഡാഷ്. ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ULCCS ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നതാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൊച്ചിയാണ്. ഓപ്ഷൻ സി കൊച്ചിയാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വില്ലുവണ്ടി പ്രക്ഷോഭത്തിന്റെ നായകൻ ആര് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 28ാമത്തെ ചോദ്യം. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി കെ കേളപ്പൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. 29ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അയിത്തം നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏത് എന്നതായിരുന്നു. അപ്പം ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട സംഭവം ഏത്? യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട സംഭവം ഏത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കുളച്ചലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 31 മുതൽ മാത്സിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. മാത്സിന് 31ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ വശങ്ങൾ 20 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. അതിന്റെ നീളം 25% വർദ്ധിപ്പിക്കുമ്പോൾ പരപ്പളവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ വീതി എത്ര കുറയ്ക്കണം? അതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 20% ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയ 10 നറുക്കുകളുണ്ട്. ഇതിൽ നിന്നും ഒരു നറുക്കെടുത്താൽ ആ നറുക്കിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ആകുവാനുള്ള സാധ്യത എത്ര എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസറും ഓപ്ഷൻ ബി 1/10 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 33ാമത്തെ ചോദ്യം. 1900 ജനുവരി 1 തിങ്കളാഴ്ച ആയിരുന്നുവെങ്കിൽ 1901 ജനുവരി 1 ഏത് ദിവസം ആയിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ചൊവ്വയാണ്. ഓപ്ഷൻ ബി ചൊവ്വയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ABCDEF എന്നിവ തുടർച്ചയായി 6 ഒറ്റ എണ്ണൽ സംഖ്യകളാണ്. ഇവയുടെ ശരാശരി 28 ആണെങ്കിൽ C+D എത്ര എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 56 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1.11 പ്ലസ് 2.22 പ്ലസ് 3.33 പ്ലസ് 4.44 പ്ലസ് 5.55 പ്ലസ് അങ്ങനെ തുടർന്ന് പോവുകയാണ്. പ്ലസ് 9.99 മൈനസ് 1.21 മൈനസ് 0.112 ഈക്വൽ ടു എത്ര എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 48.62 എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 36ാമത്തെ ചോദ്യം. എ എന്ന സ്ഥലത്ത് നിൽക്കുന്ന രാമുവിന് ബി എന്ന കുന്നിൽ നിന്നും ഒരാൾ മരം വെട്ടുന്നത് കാണാം. എയും ബിയും തമ്മിലുള്ള അകലം 686 മീറ്റർ ആണ്. എങ്കിൽ മരം വെട്ടുകാരന്റെ മഴു മരത്തിൽ പതിഞ്ഞ് എത്ര സമയത്തിന് ശേഷമായിരിക്കും രാമുവിന് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുക?
ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രദേശത്തെ ശബ്ദത്തിന്റെ വേഗത മണിക്കൂറിൽ 1235 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 സെക്കൻഡ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ 1 ലിറ്റർ വിനാഗിരിയിൽ അസിറ്റിക് ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധം 1.9 ആണ്. അതിന്റെ വീര്യം കുറച്ച് ഈ അംശബന്ധം 2.23 ആക്കുന്നതിന് എത്ര വെള്ളം കൂടി ചേർക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 250 മില്ലി ലിറ്റർ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 38ാമത്തെ ചോദ്യം. 6, 24, 60, 120 എന്ന ശ്രേണിയിലെ 5ാം പദം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 210 ആണ്. ഓപ്ഷൻ ഡി 210 ആണ് നമ്മുടെ 38ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം നോക്കാം. പി എന്ന ബിന്ദുവിൽ നിന്നും പുറപ്പെട്ട ഒരാൾ 10 മീറ്റർ നേരെ പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം 5 മീറ്റർ തെക്കോട്ടും തുടർന്ന് 5 മീറ്റർ പടിഞ്ഞാറോട്ടും അവിടെ നിന്ന് 13 മീറ്റർ വടക്കോട്ടും നടന്ന് ക്യൂ എന്ന ബിന്ദുവിൽ എത്തി. പി ക്യൂ ഇവ തമ്മിലുള്ള അകലം എത്ര എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 17 മീറ്റർ ആണ്. ഓപ്ഷൻ എ 17 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12% നഷ്ടത്തിൽ വിറ്റ ഒരു സാധനം 60 രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ 4% ലാഭം കിട്ടുമായിരുന്നു. ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 375 രൂപ എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇംഗ്ലീഷ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷീ സീംസ് ടു ബി ആൻ അമിയബിൾ യങ് ലേഡി. വി അച്ചീവ്ഡ് ഇറ്റ് ത്രൂ എ പെർഫെക്റ്റ്ലി അമിക്കബിൾ വേ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫ്രണ്ട്ലി ആൻഡ് പീസബിൾ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പെയിൻലെസ് കില്ലിംഗ് ഓഫ് എ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ആൻ ഇൻക്യൂറബിൾ ആൻഡ് പെയിൻഫുൾ ഡിസീസ് ഓർ ഇൻ ആൻ ഇറിവേഴ്സിബിൾ കോമ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി യൂത്തനേഷ്യ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. He scarcely visit his parents. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡസ് ഹി എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ലെഫ്റ്റ് ദ ഫേം ബിക്കോസ് ഷീ കുഡിന്റ് എഗ്രി ഡാഷ് ഇറ്റ്സ് മാർക്കറ്റിംഗ് പോളിസി. യൂസ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 എന്നുള്ളതാണ് ഇതിന്റെ പ്രിപ്പോസിഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ. ആന്റോണിയം ഓഫ് ഫെയിം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡിസ്ഗ്രേസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. She made me give her details of my bank account. Change the sentence into passive voice എന്നുള്ളതാണ്. ഇത് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. I was made to give her the details of my bank account എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. I dash in trouble if you dash me എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. I would have been in trouble if you hadn't helped me എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ആർ റൺസ് എ സ്മോൾ ബിസിനസ്. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ് 5 years ago. റൈറ്റ് ദ സെന്റൻസ് യൂസിങ് സിൻസ് ഓർ ഫോർ എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മിസ്റ്റർ ആർ ഹാസ് ബീൻ റണ്ണിങ് എ സ്മോൾ ബിസിനസ് ഫോർ 5 years എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 49ാമത്തെ ചോദ്യം നോക്കാം. വേർ ആർ യു ഗോയിങ് ഫോർ സമ്മർ ഹോളിഡേ? ഐ ആസ്ക്ഡ് മൈ കസിൻസ്. ചേഞ്ച് ദ സെന്റൻസ് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 49ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ബ്രാക്കറ്റിൽ ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്. എ ന്യൂ ഫ്ലാറ്റ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ ബ്രാക്കറ്റിൽ നോട്ട് സെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. മൈ ഓൾ ഹൗസ് എറ്റ് യൂസ് കറക്റ്റ് ടെൻസ് ഫോംസ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് 50ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഐ ബോട്ട് എ ന്യൂ ഫ്ലാറ്റ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ ഹാവൻറ്റ് സോൾഡ് മൈ ഓൾ ഹൗസ് എറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മലയാള ചോദ്യത്തിലേക്ക് പോവാണ്. 51 മുതൽ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്ക് കണ്ടെത്തുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ശരിയായ വാക്ക് ഓപ്ഷൻ എ ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മേയനാമത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി
ആകാശം എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായി വിഗ്രഹിക്കുക. യഥോചിതം. യഥോചിതത്തിന് ശരിയായിട്ട് വിഗ്രഹിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഉചിതം അനുസരിച്ച് എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടിയിൽ വരച്ച പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പ്രഭാത സ്നാനം ആരോഗ്യത്തിന് നല്ലതാണ്. പ്രഭാത എന്നുള്ളതാണ് അവിടെ അടിവരയിട്ട വാക്ക്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രദോഷം എന്നുള്ളതാണ്. അപ്പം പ്രഭാതത്തിന്റെ വിപരീത പദം പ്രദോഷമാണ്. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ സന്ധി നിർണ്ണയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പാറക്കെട്ട്. അപ്പം ഇതിന്റെ സന്ധി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധിയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ പക്ഷി എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്താനായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗഗമാണ്. ഓപ്ഷൻ ബി ഗഗമാണ് പക്ഷി എന്ന പദത്തിന്റെ സമാന പദമായിട്ട് വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റപ്പദം എഴുതുക എന്നുള്ളതായിരുന്നു. ഇഹലോകത്തെ സംബന്ധിച്ചത് ഓപ്ഷൻ സി. 58ാമത്തെ ക്വസ്റ്റ്യൻ അയ്യോ എന്നെ രക്ഷിക്കണേ. ഇവിടെ അയ്യോ എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം ഏത് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വിക്ഷേപണിയാണ്. ഓക്കെ. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭേദകത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ സുന്ദരനാണ്. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാഗം ശരിയായ അർത്ഥവ്യത്യാസം എന്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്വർഗം പാമ്പ് എന്നതാണ്. അടുത്ത നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് 76ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വേൾഡ്സ് ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഇനിയാക്കാണ്. ഓപ്ഷൻ ബി ഇനിയാക്കാണ്. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് 1 petabyte ഈസ് ഈക്വൽ ടു ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1024 TB എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ASCII സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കമ്പനി മാനുഫാക്ചേഴ്സ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആപ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫോട്ടോഷോപ്പ് ആണ്. ഓപ്ഷൻ ഡി ഫോട്ടോഷോപ്പ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വിൻറ്റൺ ഗ്രേ സർഫ് എന്നുള്ളതായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 82ാമത്തെ ചോദ്യം ദ ടേം സൈബർ സ്പേസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വില്യം ഗിബ്സൺ ആണ്. വില്യം ഗിബ്സൺ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്രീപ്പർ ആണ്. ഓക്കെ. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഫോഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ സൈബർ ക്രൈം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇൻസ്റ്റാളിംഗ് ആന്റി വൈറസ് പ്രോഗ്രാം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം ഏത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2008 ആണ്. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി വളപട്ടണം പുഴയാണ്. ഓക്കെ. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇരിങ്ങോൾക്കാവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എറണാകുളമാണ്. ഓപ്ഷൻ ഡി എറണാകുളമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ. എത്ര ദിവസം ചേരുന്നതാണ് ഒരു ചന്ദ്രപക്ഷം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 15 ആണ്. ഓപ്ഷൻ എ 15 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. കടബയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില ഏത് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 0 ആണ്. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടി പോകുന്ന ചടങ്ങുകളുള്ള അമ്പലം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊറ്റൻകുളങ്ങരയാണ്. ഓപ്ഷൻ ബി കൊറ്റൻകുളങ്ങരയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ. കൃഷ്ണഗീതയുടെ കർത്താവ് ആരെന്നുള്ളതായിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ
മാനവേദനാണ്. ഓപ്ഷൻ എ മാനവേദനാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 93ാമത്തെ ചോദ്യം, നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഭാഗവത പുരാണമാണ്. ഭാഗവത പുരാണമാണ്. ഓപ്ഷൻ ഡി ആണ് 93ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ, ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശ്രീകുമാരനാണ്. ശ്രീകുമാരനാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്നുള്ളതായിരുന്നു. ഇത് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ VK വിജയനാണ്. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ശങ്കരാചാര്യനാണ്. ശങ്കരാചാര്യനാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കൃഷ്ണനാട്ടമാണ്. ഓപ്ഷൻ ഡി കൃഷ്ണനാട്ടമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിലുള്ളതാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മുണ്ടകോപനിഷത്താണ്. മുണ്ടകോപനിഷത്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണത്രയീശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് 99ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ, ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദേവസ്വം ബോർഡ് എക്സാംസിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞല്ലേ, ജൂലൈ 13-നാണ് എക്സാം വരുന്നത്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് CC ഒരു 15 ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസിന്റെ PDF നോട്ട്സും പിന്നെ കൃത്യമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതായിരിക്കും. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 5 മോക്ക് എക്സാംസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഡെയിലി നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.